രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഒരു തവണ പോലും കൈകേയിക്ക് ക്രോധാകാരത്തിൽ പ്രവേശിച്ച് ഇരിക്കേണ്ടതായ ആവശ്യം വന്നില്ല. അതേപോലെ തന്നെ കൗസല്യക്കോ സുമിത്രയ്ക്കോ വേണ്ടി വന്നിട്ടില്ല. രാജാവ് അവരെ എല്ലാവരെയും അത്ര കണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് സംരക്ഷിക്കുന്നു. അത്ര കണ്ട് ആനന്ദമയമാണ് ആ മഹാറാണിമാരുടെ ജീവിതം. അതുകൊണ്ട് ക്രോധാകാരം ഇത്രയും കാലം അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അല്ലയോ കൈകേയി, നീ ഇനി ഇവിടെ ഇരിക്കരുത്. സാധാരണയായിട്ട് രാജ്യകാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം മഹാരാജാവ് മടങ്ങി വരും. വരുമ്പോ ആ കൊട്ടാരത്തിലെ സ്വീകരണ മുറിയില് രാജാവിന്റെ ആഗമനവും പ്രതീക്ഷിച്ച് കൈകേയി ഉണ്ടാവും. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാജാവിനെ സ്വീകരിച്ച് ആനയിക്കും. അതാണ് രീതി. ഇന്ന് രാജാവ് വരുന്ന അവസരത്തിൽ നീ ഇവിടെ ഉണ്ടാകരുത്. അത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നിന്നെ ഇവിടെ കാണപ്പെടുന്നില്ല. അത് രാജാവിനെ ആദ്യമേ തന്നെ മനഃശാസ്ത്രപരമായിട്ട് പിടിച്ചു കുലുക്കും. എവിടെ പോയി കൈകേയി അന്വേഷിക്കും. അപ്പോഴാണ് അല്ലയോ കൈകേയി, നീ ക്രോധാകാരത്തിലാണ് എന്നറിയുന്നത്. ആ നിമിഷം മുതൽ രാജാവ് അത്യധികമായ പരിഭ്രമത്തിലുമാകും. ഇങ്ങനെ രാജാവിന്റെ ധൈര്യത്തെയും മനസ്സിന്റെ അചഞ്ചലതയും മനഃശാസ്ത്രപരമായിട്ട് ഇളക്കിയിട്ട് വേണം നിന്റെ ഈ ആവശ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ. അവിടെ ചെന്നിട്ടോ നീ എന്തു ചെയ്യണം? ക്രോധാകാരത്തില് ആ ക്രോധാകാരത്തിലും റാണിക്ക് ഇരിക്കാൻ പാകത്തിനുള്ളതായ പല്യങ്കമുണ്ട്, കട്ടിലുണ്ട്, പട്ടുമെത്ത വിരിച്ചതായ കട്ടിൽ അതെല്ലാം ഉണ്ട്, കസേരയുണ്ട്, എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. പക്ഷേ അത് ക്രോധിച്ചിരിക്കുമ്പോൾ ഇരിക്കാനുള്ള മുറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നീ മഹാറാണിയെ പോലെ സന്തോഷവതിയായി ആ കസേരയിലോ കട്ടിലിലോ ഒന്നും ഇരിക്കരുത്. ശേഷവാൻ അന്തർഹിതായാം തു ഭൂമോ മലിനവാസിനി, നീ ഭൂമിയില് കിടക്കണം. എങ്ങനെ? ഒരു വിരിപ്പ് പോലും ഇരിക്കാൻ പാടില്ല, ഒരു പായ പോലും ഇരിക്കാൻ പാടില്ല, ഭൂമിയില് മെത്തയോ ഒന്നും പാടില്ല. വെറും തറയില് അല്ലയോ കൈകേയി നീ കിടക്കണം. നിനക്ക് എത്ര കണ്ട് ദുഃഖമുണ്ട്, എത്ര കണ്ട് കോപമുണ്ട് എന്ന് അത് കാണുമ്പോൾ തന്നെ രാജാവിന് മനസ്സിലാകും. രാജാവിന്റെ മനസ്സ് ആകെ ചഞ്ചലമായി തീരും. അതിനു വേണ്ടിയിട്ട് നീ ഭൂമിയില് മലിനവാസിനിയായിട്ട് ഇപ്പോ അണിഞ്ഞിരിക്കുന്ന പ്രകാരത്തിലുള്ള അത്യന്തം മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. വളരെ മോശമായ വസ്ത്രങ്ങൾ എടുത്ത് അതിനെ ആകെ നാശമാക്കിയിട്ട് അത് വേണം നീ ധരിക്കാൻ. അങ്ങനെ നിന്റെ ആ വേഷവിധാനം കൂടി കാണുമ്പോഴേക്കും രാജാവ് ആകെ ദുഃഖിതനായിത്തീരും. രാജാവ് ഓടി നിന്റെ അടുത്ത് വരും, നിന്നെ പേര് പറഞ്ഞു വിളിക്കും, വളരെ സ്നേഹത്തോട് വിളിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ ഈ പ്രകാരത്തിലെ അനുഭവം രാജാവിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം തകർന്നു പോകും. അദ്ദേഹം നിന്നെ വിളിക്കുമ്പോ മാസ്മൈനം പ്രത്യുദീക്ഷേത, നീ ഒരിക്കലും അദ്ദേഹത്തെ വിളി കേട്ടിട്ട് തിരിഞ്ഞു നോക്കരുത്. നീ മിണ്ടുക പോലും അരുത്, വിളി കേൾക്കരുത്, അദ്ദേഹത്തിന്റെ നേരെ നോക്കരുത്, തല ഉയർത്തി നോക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാല് ഈ ക്രോധത്തിന്റെ അഭിനയം പരാജയപ്പെട്ടു പോകും. ഓരോ നേരിയ ചലനത്തിലും രാജാവിന്റെ മനസ്സ് തകരണം. എന്നാൽ മാത്രമേ ഈ ആവശ്യം അങ്ങോട്ട് ആ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കാനായി സാധിക്കുകയുള്ളൂ.
എന്ന് മാത്രമല്ല, നീ ഇങ്ങനെ നോക്കരുത് എന്ന് മാത്രമല്ല, നചൈനം അഭിഭാഷത, അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? രുദന്തി പാർത്ഥിവം ദൃഷ്ട്വ ജഗത്യാം ശോകലാലസ, നീ രാജാവിനെ കണ്ടിട്ട് നീ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയണം. ആ ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് കരയണം. നിന്നെ കാണുമ്പോൾ തന്നെ, നിന്റെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ദുഃഖത്തിന് നീ അധീനയായി പോയി എന്നുള്ള ഭയം രാജാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് കാണുമ്പോഴേക്കും രാജാവ് ആകെ തകർന്നു പോകും. എന്താ കാരണം? ദൈതാത്വം സദാ ഭർത്തു അത്രമേ നാസ്തി സംശയ, എനിക്ക് മഹാരാജാവിന് നിന്നോടുള്ളതായ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നീ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അത് വരും. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് മന്ധര രാജാവിനെ കുറിച്ച് എന്തൊക്കെയാ കൈകേയിയോട് പറഞ്ഞ്? അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് ക്രൂരതയാണ്. അദ്ദേഹം അങ്ങേയറ്റം കാരുണ്യപൂർണമായിട്ട് പെരുമാറും, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് നിന്നെക്കുറിച്ച് വഞ്ചനയാണ്. ഇതാണ് രാജാക്കന്മാരുടെ രീതി. നീ ഇത്രയും കാലം നിന്റെ ഭർത്താവാണ്, പ്രിയപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടന്നത് ഒരു കാളസർപ്പത്തെയാണ് എന്നറിഞ്ഞുകൊള്ളണം. ആ ദശരഥനെ വിശ്വസിക്കാനേ ആവില്ല. ദശരഥന്റെ ഒരു വാക്കും വിശ്വസിക്കാനേ ആവില്ല. എന്തൊക്കെയാണ് മന്ധര കൈകേയിയോട് പറഞ്ഞത്? ഇപ്പോഴിതാ കൈകേയിക്ക് എളുപ്പത്തിൽ രാജാവിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താനാകുമെന്നുള്ള യാഥാർത്ഥ്യം മന്ധര പറയാണ്, മനഃശാസ്ത്രപരമായിട്ട് പറയാണ്. രാജാവിന് നിന്നോട് അങ്ങേയറ്റം പ്രേമമാണ്. അക്കാര്യത്തില് മേ നാസ്തി സംശയം, എനിക്ക് യാതൊരു സംശയവും ഇല്ല. നോക്കണം, കൈകേയിയുടെ മനസ്സിനെ താൻ ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി വിരുദ്ധങ്ങളായ കള്ളം എത്രമാത്രം മന്ധര പറയുന്നു എന്ന്. പെട്ടെന്ന് വേറെ ആരുടെ മനസ്സിലും ഈ വൈരുദ്ധ്യം പ്രകാശിക്കും. തൊട്ടു മുമ്പ് മന്ധര പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറയുന്നത്, നേരെ വിപരീതമാണല്ലോ പറയുന്നത്. പക്ഷേ കൈകേയിക്ക് അത് തോന്നിയില്ല. എന്താ? കൈകേയിയുടെ മനസ്സിനെ മന്ധര കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. കൗസല്യ നിന്നോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് അതിന് കീഴ്പ്പെട്ടു പോയതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കാനുള്ളതായ ശേഷി അപ്പോൾ കൈകേയിക്കില്ല. നേരത്തെ പറഞ്ഞതല്ലോ മന്ധരെ നീ ഇപ്പൊ പറയുന്നത് എന്ന് ചോദിക്കാനായില്ല, എന്ന് ചിന്തിക്കാനായില്ല. കൈകേയി അതും സ്വീകരിച്ചു, നേരത്തെ പറഞ്ഞത് സ്വീകരിച്ചു. രാജാവ് തന്നെ വഞ്ചിക്കുകയായിരുന്നു. തന്റെ മകനായ ഭരതനെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ കൊച്ചുനാളിലെ തന്നെ കേകയത്തേക്ക് പറഞ്ഞയച്ചു. ഇതെല്ലാം മന്ധര പറഞ്ഞു കൊടുത്തതാണല്ലോ, അതെല്ലാം സത്യമാണ് എന്നിപ്പോ കൈകേയിക്ക് ഉറപ്പായിരിക്കാണ്. അങ്ങനെ രാജ്യം രാമന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യയെല്ലാം ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞോട്ട് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ യുധാജിത്തിനോടൊപ്പം അങ്ങോട്ട് അയച്ചു ഭരതനെ. ശത്രുഘ്നനും കൂടെ അങ്ങോട്ട് പോയി. അപ്പോ ജനങ്ങൾക്ക് കൂടുതൽ ബന്ധം രാമനോടായി. രാജാവ് വളരെ സുചിന്തിതമായി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് രാജാക്കന്മാര്. അവര് ചതുരംഗപ്പലകയിൽ കരുക്കൾ നീക്കുന്നത് പോലെ അനേകം നീക്കങ്ങൾക്കപ്പുറം തന്റെ വിജയം കാണാൻ പാകത്തിന് ഇപ്പോഴേ ഓരോന്ന് അനക്കി തുടങ്ങും. അങ്ങനെയാ നിന്നെ പറ്റിച്ചിരിക്കുന്നേ. ഇപ്പോഴിതാ നേരെ വിപരീതമായിട്ട് നീ എന്തു പറഞ്ഞാലും രാജാവ് അനുസരിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം. ഇത് മാത്രമല്ല, തുത്കൃതേജ മഹാരാജോ വിശേദ വിഹുതാശനം, നിനക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നീ ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് തീയിൽ ചാടും, അഗ്നി ജ്വലിപ്പിച്ച് അതിൽ അദ്ദേഹം ചാടി വീഴും. അത്ര കണ്ടാണ് അദ്ദേഹത്തിന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം, നിന്നോടുള്ളതാ ഇഷ്ടം. നത്വാം ക്രോധയിതും ശക്തോ, നിന്നെ കോപിപ്പിക്കാൻ അദ്ദേഹത്തിന് ശേഷിയില്ല. നോക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ട് മന്ധര സംസാരിക്കുക. പക്ഷെ കൈകേയിക്ക് അപ്പോ അത് തോന്നില്ല.
നത്വാം ക്രോധയിതും ശക്തോ ന ക്രുദ്ധാം പ്രത്യുദീക്ഷിതും. കോപിച്ചിരിക്കുന്ന നിന്റെ നേരെ നോക്കാൻ പോലും അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാവില്ല. നിന്നെ ക്രോധത്തെ ദൂരീകരിച്ചിട്ട് നിന്നെ അനുനയിക്കാൻ പിന്നെ ശക്തി ഉണ്ടാവില്ലെന്ന് പറയണ്ടല്ലോ. എത്ര സമർത്ഥമായിട്ടാണ് മന്ധര സംസാരിക്കുന്നത്. തവ പ്രിയാർത്ഥം രാജാതു പ്രാണാനപി പരിത്യജേത്. നിനക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാജാവ് സ്വന്തം പ്രാണങ്ങളെപ്പോലും ഉപദേശിക്കും, സ്വന്തം പ്രാണങ്ങളെപ്പോലും പരിത്യജിക്കും. പരിത്യജേത്, സ്വന്തം പ്രാണങ്ങളെപ്പോലും പരിത്യജിക്കും. അതുകൊണ്ട് നീ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ അവസ്ഥയിൽ അദ്ദേഹം അംഗീകരിക്കും. നഹി അതിക്രമിതം ശക്ത തവ വാക്യം മഹീപതി. മഹാരാജാവ് നിന്റെ വാക്കിനെ തെറ്റിച്ച് അതിനെ കടന്ന് അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ളവനല്ല. അദ്ദേഹത്തിന് അത് കഴിയില്ല. അദ്ദേഹം നിന്റെ മുന്നിലെ കീഴടങ്ങും. അല്ലയോ മന്ദസ്വഭാവേ എന്ന് കൈകേയെ വിളിക്കുകയാണ്. ബുദ്ധിയില്ലാത്തവളെ, നിനക്ക് ഈ ബുദ്ധി നേരത്തെ ഉണ്ടായില്ലല്ലോ. അല്ലയോ ബുദ്ധിയില്ലാത്തവളെ, ബുദ്ധ്യസ്വ സൗഭാഗ്യ ബലമാത്മന. നിന്റെ സൗഭാഗ്യത്തിന്റെ ബലം അതെത്രമാത്രം ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക. ദേവലോകത്തെ അസുരന്മാരിൽ നിർമുക്തനാക്കിയ ആ മഹാപരാക്രമിയായ മഹാരാജാവ് നിന്റെ മുന്നില് കീഴടങ്ങുന്നത് നിനക്ക് കാണാം. അങ്ങനെ നിന്റെ ഐശ്വര്യത്തിന്റെ ബലം നീ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ഭാഗ്യത്തിന്റെ ബലം നീ മനസ്സിലാക്കിക്കൊള്ളുക. ദശരഥ മഹാരാജാവ് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഭരണങ്ങൾ അനേകം നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. അതൊന്നും നീ നോക്കുക പോലും അരുത്, നീ ഒന്നും സ്വീകരിക്കരുത്, അതില് നീ സന്തോഷിക്കുകയും അരുത്. നീ എന്തു ചെയ്യണം? ക്രോധത്തിൽ തന്നെ സ്ഥിതി ചെയ്യണം. യഥാതുതേ വരം ദദ്യാത് സ്വയം ഉദ്ധാപ്യ രാഘവ. തറയിൽ കിടക്കുന്ന നിന്നെ അവിടെ നിന്ന് സമാധാനിപ്പിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എപ്പോഴാണോ നീ ചോദിക്കുന്നതായ 2 വരങ്ങളെയും മഹാരാജാവ് നിനക്ക് തരുന്നത്, അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് പ്രതികരിക്കാൻ പാടുള്ളൂ. മഹാരാജാവിനെ നീ നിന്റെ വാക്കുകൾ കൊണ്ട് നിന്റെ ആഗ്രഹം അദ്ദേഹം നടപ്പിലാക്കി തരാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുപ്പിക്കണം. അങ്ങനെ പ്രതിജ്ഞ എടുപ്പിച്ചിട്ട് അദ്ദേഹം പറയണം, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ തരാമെന്ന്.